ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അതായത് നമ്മുടെ ഹെർബൽ ഗാർഡൻ, ഔഷധ സസ്യകൃഷി എന്നുള്ളൊരു രീതിയിൽ ഒരു പുതിയൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഒരു കൃഷി രീതി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആര്യവൈദ്യശാലയുടെ കീഴിലാണ്. ആര്യവൈദ്യശാല എന്ന് പറഞ്ഞാൽ കോട്ടക്കൽ ആര്യവൈദ്യശാല അല്ല കേട്ടോ, ഇത് കോയമ്പത്തൂർ ആര്യവൈദ്യശാലയുടെ കീഴിൽ ഒരു ക്ലാസ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എടയൂർ പഞ്ചായത്തിൻ്റെയും വളാഞ്ചേരി കുറുവ പഞ്ചായത്ത്, അങ്ങനെ ഒരുവിധം എല്ലാ പഞ്ചായത്തുകൾക്കും മലപ്പുറം ഏരിയയിൽ ഉള്ള കുറച്ച് പഞ്ചായത്തുകൾക്ക് കൂടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം മലപ്പുറം ജില്ലയിൽ ആ മണ്ണിൻ്റെ ഈ മണ്ണിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കൃഷി രീതികളെ കുറിച്ചിട്ട് അവർ നമുക്ക് ക്ലാസ് എടുത്ത് തരികയാണ് ചെയ്തത്. കാരണം നമ്മൾ അവർക്ക് വേണ്ടി കൃഷി ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് ആ കൃഷി ചെയ്ത എല്ലാ സാധനങ്ങളും അവരെടുക്കും, അതിൻ്റെ മാർക്കറ്റ് റേറ്റ് തരും എല്ലാവരും. കാരണം നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ ജൈവ കൃഷിയാണ്, നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ അതിനൊരു മാർക്കറ്റിംഗ് കണ്ടുപിടിക്കലാണല്ലോ ഏറ്റവും വലിയ പ്രയാസം. ഇത് നമുക്ക് ആദ്യം തന്നെ അവർ മാർക്കറ്റ് തന്നു, നമുക്ക് ചെയ്യാനുള്ള കൃഷിയുടെ ഔഷധം ഏതൊക്കെയാണെന്നുള്ളത് നമ്മളൊക്കെ പറഞ്ഞു തന്നു, അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് തന്നു. അങ്ങനെ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. ഞാൻ തന്നെ ഒരു 12 ഇനം ഔഷധ സസ്യങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു. സംഭവം നമ്മുടെ നാട്ടിലും വീട്ടിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഓരോ ചെടികളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത്രക്കും വിലയുണ്ടെന്നും അതിന് ഇത്ര ഔഷധങ്ങളാണെന്ന് എന്നുള്ളതൊക്കെ ഞാൻ ഈ ക്ലാസ്സിലൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് അത്യാവശ്യം ഒരു ഞാൻ മാത്രം ഇൻ്റർവ്യൂവിൽ ഞാൻ മാത്രം ഒരു യുവത്വം എന്നുള്ളതിലും ഒരു ചെറുപ്പക്കാരനായ ഒരു രീതിയിൽ ഞാൻ മാത്രം എന്നെ ആ ഒരു ക്ലാസ്സിൽ കണ്ടതുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെയൊക്കെ പ്രായമുള്ള പലരും കൃഷി ചെയ്യുന്ന പല പല കാക്കാരിമാരും വളരെ നല്ല നല്ല കൃഷിക്കാരുണ്ട്, അവാർഡ് വാങ്ങിയ കൃഷിക്കാരുകളുണ്ട്, അവരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാനൊരു ചെറിയൊരാളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ക്ലാസ്സും ആ കൃഷി അവർ പറഞ്ഞ എല്ലാ രീതികളും എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ബിസിനസ് ചെയ്യാനുള്ള ഓരോ ആഗ്രഹങ്ങളും ഞാൻ എന്തായാലും എനിക്കിത് ചെയ്യണം എന്നുള്ള ലെവലിൽ ഞാൻ 12 ഇനം ഔഷധ സസ്യങ്ങളുടെ പേരുകൾ ഞാൻ പഠിച്ചു. നമ്മൾ എന്താണ് ഇതിൻ്റെ ഗുണം, നിലവാരം, കാര്യങ്ങളും അത് എങ്ങനെ കൃഷി രീതി കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾക്ക് അവർ പറഞ്ഞു തന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന് അതിൻ്റെ മാർക്കറ്റ് റേറ്റ്, അതിൻ്റെ ഓരോ രീതികൾ എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളത്, ഇന്നത്തെ മാർക്കറ്റ് രീതി എല്ലാ രീതിയിലും നമുക്ക് അവർ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് ഇത് മൊത്തം കേൾപ്പിച്ച് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു വന്നത്. ഇൻഷാ അല്ലാഹ് ഞാനിത് ഓരോന്നായിട്ട് നിങ്ങളെ കേൾപ്പിക്കാം. അതിൻ്റെ ഓരോ കൃഷി രീതികളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 12 ഔഷധ സസ്യങ്ങൾ ഞാൻ ഷോർട്ട് വീഡിയോസായിട്ട് ഞാൻ 12 ഇനം ലെവലിൽ എനിക്ക് പറഞ്ഞു തന്ന 12 ഇനം ഔഷധ സസ്യങ്ങളുടെ രീതികൾ ഞാൻ പറഞ്ഞു തരാം. തുടർന്ന് എൻ്റെ വീഡിയോകളിൽ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ ഈ വീഡിയോയിൽ ഇടാനുള്ളൊരു എന്താ പറയുക, ഒരു ഇത് നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോനെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് അടിക്കണം. എന്നാലേ എനിക്കിതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഇത് കഴിയുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മളെ തുടർന്നുള്ള വീഡിയോകൾക്ക് കാത്തിരിക്കുക. എൻ്റെ സംസാരത്തിൽ പല പിഴവുകളും ഉണ്ടാവും, ക്ലിയർ ആവുന്നില്ല എന്നതെല്ലാം എനിക്ക് പുറത്തു തരുക. തുടർന്നുള്ള എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക.